വളരെ പോസിറ്റീവ് വേർഡിക്റ്റ് ആണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻസ് ആണ് കഴിഞ്ഞത്. ആ ഇലക്ഷൻസിൽ ഏകദേശം 65-70 കോടിയോളം ആൾക്കാർ പങ്കെടുത്തു എന്ന് നമുക്കറിയാം. ആ ഇലക്ഷന്റെ ഭാഗമായി ഇന്ന് റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഫൈനൽ റിസൾട്ട്സ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും വരും. ജനാധിപത്യത്തിന്റെ ശക്തി ഇതാണ്. ഒരു പാർട്ടിക്കും, അത് ബി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആപ്പ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും, ഒരു പരിധിക്കപ്പുറം മൃഗീയമായ ഭൂരിപക്ഷം, ബ്രൂട്ടൽ മെജോറിറ്റി കിട്ടരുത്. അത് ജനാധിപത്യത്തിന് ഒരിക്കലും നല്ലതല്ല. അത് ജനാധിപത്യത്തെ കൂടുതൽ വീക്ക് ആക്കുകയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വില ഉണ്ടാകുന്നത്, സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഏറ്റവും സ്ട്രോങ് ആയ കോമ്പറ്റീഷൻ ഉള്ളപ്പോഴാണ്. ആ സ്ട്രോങ് കോമ്പറ്റീഷൻ ഒരുപാട് നല്ല ആൾക്കാർ മത്സരിച്ചു, നല്ല ആൾക്കാർ ജയിച്ചു. ശശി തരൂർ സാറിനെ പോലെ വിശ്വപൗരൻ ജയിച്ചു, വളരെ സന്തോഷം. സുരേഷ് ഗോപിയെ പോലെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ജയിച്ചു. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. നരേന്ദ്രമോദിജിക്ക് ഏകദേശം NDAയും കൂടെ ചേർത്താൽ ഭൂരിപക്ഷത്തോട് അടുക്കുന്ന ഫിഗർ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ വേണം ഇലക്ഷൻസ്, പോസിറ്റീവായി എല്ലാവർക്കും ഗുണമുള്ള ഇലക്ഷൻസ്. അപ്പോൾ അതിനൊരു ക്ലോസ് കോമ്പറ്റീഷൻ ഉണ്ടാകണം, ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകണം. കാര്യം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുപക്ഷെ വാല്യൂ കാണില്ല, സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ വില കാണില്ല. അതുകൊണ്ട് ഇത്തരം ക്ലോസ് കോമ്പറ്റീഷൻസ് ആണ് ഏതൊരു ഇലക്ഷന്റെയും ആത്മാവ്. വളരെ പോസിറ്റീവായി കാണുന്നു. ഏറ്റവും നല്ല വേർഡിക്സിൽ ഒന്നാണ് കിട്ടിയത്. ഇനി ആര് മന്ത്രിസഭ തീരുമാനിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണോ, ഓവറോൾ ആകുമോ, ഒരുപാട് ചർച്ചകളും മറ്റും കാണാം. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 6000 വോട്ടിന് അജയ് റായയുടെ പിന്നിലായിരുന്നു. അപ്പൊ അത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച നാടാണ്. അപ്പൊ ആ രീതിയിൽ പോസിറ്റീവായ വലിയൊരു മുന്നേറ്റം ഉണ്ടാകട്ടെ. എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്കാനുള്ള രീതിയായി മാറട്ടെ. നമുക്കൊരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് വേണം, ഒരു മോഡറേറ്റ് പൊളിറ്റിക്സ് വേണം. തീവ്രതയിലേക്ക് പോകരുത്. തീവ്ര വലതുപക്ഷവും ആവരുത്, തീവ്ര ഇടതുപക്ഷവും ആവരുത്. അർബൻ നക്സലും ആകരുത്, അർബൻ നാസിയും ആകരുത്. അങ്ങനെ വലിയൊരു പോസിറ്റീവായ വിധിയാണ് നമ്മൾ കണ്ടത്. ആ വിധിയെ ആഘോഷിക്കാൻ നമുക്കാകട്ടെ. ഞാൻ പേഴ്സണലി വളരെ ഹാപ്പിയാണ്. ഇത്തരത്തിലുള്ളൊരു വിധിയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇത് വീണ്ടും ഒരു ഗാന്ധിയൻ മധ്യവർത്തി നിലപാടിലേക്ക്, മിഡിൽ ഗ്രൗണ്ടിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ മധ്യവർത്തി നയങ്ങൾ, ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായ നമ്മുടെ രാജ്യത്ത് ആ മിഡിൽ പാത്ത്, ആ മധ്യവർത്തിയായ പാത വിജയിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരും.